നമസ്കാരം. ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കുന്ന വേറൊരു പ്രോബ്ലമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ബീറ്റ ലിമിറ്റഡ് വിച്ച് ഹാസ് എ സിസ്റ്റം ഓഫ് അസസ്മെന്റ് ഓഫ് ഡിവിഷണൽ പെർഫോമൻസ് ഓൺ ദി ബേസിസ് ഓഫ് റെസിജ്വൽ ഇൻകം ഹാസ് ടു ഡിവിഷൻസ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ ഹാസ് ആനുവൽ കപ്പാസിറ്റി ടു മാനുഫാക്ചർ 12 lakh number of special component which it sell to outside customers, but has ideal capacity. The budgeted residual income of beta is rupees 120 lakh, while that of alpha is rupees 100 lakh. Other relevant details extracted from the budget of alpha for the year are: sales to outside customer 12 lakh unit at 180 per unit, variable cost per unit 160, divisional fixed cost 80 lakh, then capital employed is 750 lakh, cost of capital 12%. Beta has just received a special order for which it require components similar to the ones made by alpha. Fully aware of alpha unutilized capacity, beta has asked alpha to quote for manufacture and supply of 3 lakh number of the component with a slight modification during the final processing. Alpha and beta agree that this will involve an extra variable cost of 5 per unit. Calculate transfer price which alpha should quote to beta to achieve its budgeted residual income. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ എന്താണ് ബീറ്റ ലിമിറ്റഡ് എന്നാണ് കമ്പനി. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന രണ്ട് ഡിവിഷൻ ഉണ്ട്. അതിൽ ആൽഫ എന്ന ഡിവിഷന് ഒരു വർഷം 15 ലക്ഷം കോമ്പോണന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ കപ്പാസിറ്റി ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ദ ബഡ്ജറ്റ് റെസിജ്വൽ ഇൻകം ഓഫ് ബീറ്റ, അതായത് അവരുടെ ഐഡിയൽ കപ്പാസിറ്റി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഐഡിയൽ കപ്പാസിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ബീറ്റയ്ക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എന്ന് പറയുന്നത് 120 lakh ആണ്. ആൽഫയ്ക്ക് 100 lakh ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഐഡിയൽ കപ്പാസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആൽഫ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ടീമിന് അവരുടെ യൂണിറ്റ് വിൽക്കുന്നത് 150 രൂപയ്ക്കാണ്. അങ്ങനെ 12 ലക്ഷം യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആൽഫ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൽഫ 12 ലക്ഷം യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 3 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ആൽഫയ്ക്ക് ഐഡിയൽ ആയിട്ടുണ്ട്. ഓക്കെ, അതിന് വന്നിട്ടുള്ള വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 160 ആണ്. 160 രൂപയാണ് വാരിയബിൾ കോസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ ഡിവിഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, 80 lakh ആണ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 750 lakh. അപ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണ്. അപ്പോൾ അതിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ മുകളിൽ റിട്ടേൺ നമുക്ക് കിട്ടണം. ദെൻ അതുപോലെ തന്നെ എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യണം. ദെൻ ബാക്കിയുള്ള ഐഡിയൽ കപ്പാസിറ്റിയിൽ നിന്നുള്ള 100 lakh, ആ ഐഡിയൽ കപ്പാസിറ്റിയിൽ 100 lakh റെസിജ്വൽ ഇൻകം ഉണ്ട്, അതും നമുക്ക് റിക്കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ബീറ്റ ഹാസ് ജസ്റ്റ് റിസീവ്ഡ് എ സ്പെഷ്യൽ ഓർഡർ. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞ ഡിവിഷൻ ഒരു ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആൽഫ ഉണ്ടാക്കുന്ന അതേ കോമ്പോണന്റ് ആണ് ബീറ്റയ്ക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ. അപ്പോൾ ബീറ്റയ്ക്ക് അറിയാം ആൽഫയുടെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ബീറ്റയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ബീറ്റ ആൽഫയ്ക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തു. എന്തിന്? 3 ലക്ഷം യൂണിറ്റ് കോമ്പോണന്റ് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് വാരിയബിൾ കോസ്റ്റിൽ ഒരു 5 രൂപയുടെ വർധനവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇതാണ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഈ റെസിജ്വൽ ഇൻകം ഏൺ ചെയ്യാൻ, അതായത് റെസിജ്വൽ ഇൻകം എത്രയാണ്? ആൽഫയുടെ റെസിജ്വൽ ഇൻകം 100 lakh ആണ്. അപ്പോൾ 100 lakh ഏൺ ചെയ്യുന്ന തരത്തിൽ ബാക്കിയുള്ള ഐഡിയൽ കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് 100 lakh ഏൺ ചെയ്യുന്ന തരത്തിൽ ഒരു ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യണം. എന്ത്? ആൽഫ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ആദ്യം നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം, മീനിങ് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റോ സിസ്റ്റമോ ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റിക്കവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ എന്താണ് 100 lakh കപ്പാസിറ്റി, 100 lakh ഐഡിയൽ കപ്പാസിറ്റി വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് യൂസ് ചെയ്യാത്ത കാരണത്താൽ നമുക്ക് ആ ഇൻകം ഇല്ല. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 lakh കൂടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 100 lakh ഏൺ ചെയ്യണം. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള
എന്താണ് 80 ലാക്ക് കിട്ടണം. ദെൻ 750 ലക്ഷം രൂപ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമുക്കൊരു മാന്യമായ 12% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടൽ നമുക്ക് എന്ത് ഈ 100 ലാക്ക് അല്ലെങ്കിൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് 15 ലക്ഷം, ഓക്കെ, ടോട്ടലി 15 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ഈ 100 ലാക്ക് റെസിഡ്യൂവൽ ഇൻകം ആയിട്ടുള്ള 100 ലാക്കും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ 750 ലാക്കിന്റെ 12%നും ഫിക്സ്ഡ് കോസ്റ്റും ഒക്കെ കവർ ചെയ്യാനുള്ള വരുമാനം നമുക്ക് കിട്ടണം. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റെസിഡ്യൂവൽ ഇൻകം ആയിട്ടുള്ള 100 ലാക്ക് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ദെൻ 750 ലാക്കിന്റെ 12% നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് 100 ലാക്ക് കിട്ടണമല്ലോ, 100 ലാക്ക് കിട്ടണം. അപ്പോൾ അത് കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് 100 ലാക്ക് കിട്ടേണ്ടത് എത്രയാണോ വെച്ചാൽ അത് 100 ലാക്ക് കിട്ടണം. ദെൻ നമുക്ക് എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 12% കിട്ടണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആയതുകൊണ്ട് അപ്പോൾ 750 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യണം. അപ്പം ടോട്ടൽ കോൺട്രിബ്യൂഷൻ അതൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാവണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എത്ര വേണം? അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് എന്താണ്? റെസിഡ്യൂവൽ കപ്പാസിറ്റിയിൽ, അതായത് ഐഡിയൽ കപ്പാസിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻകം ആയിട്ടുള്ള 100 ലാക്ക്. ഓക്കെ, അത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. 100 ലാക്കിലാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. അപ്പം ലാക്ക് മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലാക്സ് 100 ലാക്ക് ആണ് റെസിഡ്യൂവൽ ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, 100 ലാക്ക്. ദെൻ അത് മാത്രം മതിയോ? പോരാ. നമുക്ക് എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ മുകളിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? ROI ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ് മൊത്തം ഇൻവെസ്റ്റ്മെന്റ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 750 ലാക്കാണ്, 750 ലക്ഷമാണ്. അപ്പോൾ 750 ലക്ഷത്തിന്റെ 12% എന്ത് ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ് നമുക്ക് നോക്കാം. 750 ലക്ഷത്തിന്റെ 12% എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ 90 ലാക്കാണ് എന്ത് വരുന്നത്? 750 ലക്ഷത്തിന്റെ 12% വരുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അത് മാത്രം മതിയോ? അപ്പോൾ നമുക്ക് ഏൺ ചെയ്യേണ്ട റെസിഡ്യൂവൽ ഇൻകം, ദെൻ നമുക്ക് കിട്ടേണ്ട എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ മുകളിൽ നമുക്ക് കിട്ടേണ്ട റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അത് 90 ലാക്ക്. കൂടാതെ നമുക്ക് എന്തുകൂടി റിക്കവർ ചെയ്തെടുക്കണം? ഫിക്സ്ഡ് കോസ്റ്റും കൂടി നമുക്ക് വേണം. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എലമെന്റ് പ്രോഫിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഇതും ഏൺ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും പ്രോഫിറ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇത് എന്താണ്? അടുത്തത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം ഫിക്സ്ഡ് കോസ്റ്റ് ഏൺ ചെയ്യേണ്ടത് എത്രയാണ്? 80 ലാക്കാണ്. 80 ലക്ഷം രൂപയാണ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ ഏൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ആൽഫ ലിമിറ്റഡ് ഐഡിയൽ കപ്പാസിറ്റിയും നോർമൽ അവരുടെ 12 ലാക്ക് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ദെൻ ബാക്കി 3 ലാക്ക്, അങ്ങനെ അതല്ലെങ്കിൽ 15 ലാക്ക് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി അവർക്ക് ഉണ്ടാകേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവേണ്ടത് എത്രയാണ്? 15 ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. എത്രയാണത്? 750 അല്ലേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 270 ലാക്കാണ്. 270 ലാക്കാണ് ഇവിടെ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. 270 ലാക്ക്, 270 ലാക്ക് മുകളിലിട്ടതുകൊണ്ട് 270 ആണ് നമുക്കിവിടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് 270 ലക്ഷം കിട്ടണം. ക്ലിയർ? അത് എത്രയാണ്? 15 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടണം? 270 ലക്ഷം കിട്ടണം. അതിൽ ഓൾറെഡി 12 ലക്ഷം യൂണിറ്റ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 150 രൂപയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാം ഒരു യൂണിറ്റിന് 150 രൂപ. അപ്പോൾ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇപ്പോൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ് കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ക്ലിയർ? ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 180 പെർ യൂണിറ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്?
വേരിയബിൾ കോസ്റ്റ് 160 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് വന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിലവിൽ 12 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ 12 ലക്ഷം യൂണിറ്റിന്റെ ഉണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ₹20 ആണ്, 20 രൂപയാണ്. ഓക്കെ, 12 ലക്ഷത്തിന് വന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ 12 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? 20 ലക്ഷം രൂപയാണ്. 20 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പോൾ ടോട്ടൽ നമ്മൾ മൊത്തം നമുക്ക് 270 ലക്ഷം എന്ത് വേണം? കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അതിൽ നമ്മൾ 12 ലക്ഷം വിറ്റതിന്റെ ഭാഗമായിട്ട് 12 ലാക്ക് വിറ്റതിന്റെ ഭാഗമായിട്ട് നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്? 12 ലാക്ക് യൂണിറ്റ് ആണ് നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 3 ലാക്ക് ഐഡിയൽ കപ്പാസിറ്റി ആണ്, അറിയാലോ. അപ്പോൾ ഇവിടെ 12 ലാക്കിൻ യൂണിറ്റിന് വന്ന കോൺട്രിബ്യൂഷൻ 12 ലാക്ക് യൂണിറ്റിന് വന്ന കോൺട്രിബ്യൂഷൻ എത്രയാണ് നോക്കുക. 12 ലാക്ക് ഇൻറ്റു 20 ചെയ്ത് നമുക്ക് കിട്ടും. എത്രയാണ് വന്നിട്ടുള്ളത്? 240 ലാക്ക് ആണ്. 240 ലക്ഷമാണ്. ഓക്കെ, 240 ലക്ഷം നമുക്ക് അവിടെ എന്ത് വന്നു? ഈ 12 ലക്ഷം യൂണിറ്റ് സെയിൽ നടത്തിയപ്പോൾ നമുക്ക് 240 ലക്ഷം രൂപ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 270 ലക്ഷത്തിൽ 240 ലക്ഷം രൂപ നമുക്ക് 12 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഔട്ട്സൈഡർക്ക് വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇന്റേണൽ ട്രാൻസ്ഫറിൽ നമുക്ക് ബാലൻസ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇന്റേണൽ ട്രാൻസ്ഫറിൽ നമ്മൾ റിക്കവർ ചെയ്തെടുക്കേണ്ട, അതായത് ബാലൻസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇന്റേണൽ ട്രാൻസ്ഫറിൽ നമ്മൾ റിക്കവർ ചെയ്തെടുക്കേണ്ട ബാലൻസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ലാക്ക് ആണ് ബാലൻസ് കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 270 ലക്ഷം നമ്മൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ, അതായത് ഐഡിയൽ കപ്പാസിറ്റി കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവേണ്ടത് എത്രയാണ്? 270 ലക്ഷമാണ്. ഓക്കെ, അതിൽ നമ്മൾ നടത്തിയ 12 ലാക്കിൻ്റെ സെയിൽ നടത്തിയല്ലോ 12 ലാക്ക്. ആ 12 ലാക്ക് യൂണിറ്റ് സെയിൽ നടത്തിയപ്പോൾ നമുക്ക് ലഭിച്ച കോൺട്രിബ്യൂഷനിലേക്ക് നമുക്ക് ലഭിച്ചത് 240 ലക്ഷമാണ്. ക്ലിയർ? അപ്പോൾ ബാക്കിയുള്ള 30 ലക്ഷം 3 ലാക്ക് കോൺട്രിബ്യൂഷൻ, ബാക്കിയുള്ള 30 ലക്ഷം കോൺട്രിബ്യൂഷൻ നമുക്ക് ഇനി എന്താണ് ആൽഫ ലിമിറ്റഡിന് വേണ്ടിയിട്ട് ബീറ്റ ലിമിറ്റഡിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 3 ലക്ഷം യൂണിറ്റിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 ലക്ഷം യൂണിറ്റിന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 3 ലക്ഷം കോൺട്രിബ്യൂഷൻ നമുക്ക് 30 ലക്ഷം കോൺട്രിബ്യൂഷൻ നമുക്ക് 3 ലക്ഷം യൂണിറ്റിൽ നിന്ന് റിക്കവർ ചെയ്യണം എങ്കിൽ ആ 3 ലക്ഷം യൂണിറ്റിന് വരുന്ന കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫോർ 3 ലാക്ക് 3 ലക്ഷം യൂണിറ്റിന് ഫോർ 3 ലാക്ക് യൂണിറ്റ്സ് 3 ലക്ഷം യൂണിറ്റിന് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഫോർ 3 ലാക്ക് യൂണിറ്റ്സ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30 ലാക്ക് ആണ്. 30 ലക്ഷം രൂപയാണ് അല്ലേ? 30 ലാക്ക് ഡിവൈഡ് ബൈ 30 ലക്ഷം കോൺട്രിബ്യൂഷൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കണം ഈ 3 ലക്ഷത്തിൽ നിന്നും. അപ്പോൾ ഒരു യൂണിറ്റിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 30 ലാക്ക് ഡിവൈഡ് ബൈ 3 ലാക്ക്, അതായത് 10 രൂപയാണ്. ഓക്കെ, ഇവിടെ 10 രൂപയാണ് നമ്മൾ ഒരു യൂണിറ്റിൽ നിന്നും നമ്മൾ ചാർജ് ചെയ്യേണ്ട, ഒരു യൂണിറ്റിൻ്റെ മുകളിൽ 3 ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ പ്രൈസ് ഈ 3 ലാക്ക് യൂണിറ്റിന് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, അത് പ്ലസ് നമുക്കിവിടെ അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും, അഡീഷണൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ് നമുക്ക് അറിയാം. ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? ട്രാൻസ്ഫർ പ്രൈസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളത്. എത്രയാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്? 160. ഓക്കെ, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, 160 യൂണിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ എഴുതുന്നു 160 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചു. ഈ അഡീഷണൽ ഈ 3 ലക്ഷം യൂണിറ്റ്, അതായത് ഐഡിയൽ കപ്പാസിറ്റിയിലുള്ള 3 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമുക്ക് കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് 10 രൂപയാണ്. കാരണം നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്യേണ്ടിയിരുന്നത് 270 ലക്ഷമായിരുന്നു. അതിൽ 240 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്? നമ്മൾ ഔട്ട്സൈഡ് ടീമിന് നൽകിയപ്പോൾ നമ്മൾ അത് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി 30 ലക്ഷം രൂപയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇനി നമുക്ക് കിട്ടേണ്ടത്. അത് നമ്മൾ 3 ലക്ഷം യൂണിറ്റ് ആൽഫ ലിമിറ്റഡിന് കൈമാറുമ്പോൾ അതിൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് ആ കോൺട്രിബ്യൂഷൻ നമ്മൾ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ എത്രയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്? പുതിയ 3 ലക്ഷത്തിന് വരുന്നത് 10 രൂപ അല്ലെ. അപ്പോൾ 160 പ്ലസ് 10. കൂടാതെ ഇവിടെ ഫർദർ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കൊരു അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആൽഫ ലിമിറ്റഡ് ഒരു അഡീഷണൽ പ്രോസസ് നടത്തുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ദിസ് വിൽ ഇൻവോൾവ് an extra variable cost of ₹5 per unit. എക്സ്ട്രാ വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട് ഒരു 5 രൂപ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 175 രൂപയാണ് ഇവിടെ എന്ത് വരുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത് എത്രയാണ്? 175 രൂപയാണ് ഇവിടെ ആൽഫ ലിമിറ്റഡ് ബീറ്റ ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് 175 രൂപയ്ക്ക് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എത്ര കിട്ടണം? ഈ കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ 270 ലക്ഷം രൂപ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടണം ഈ 15 ലക്ഷം വിൽക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ അത് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് 12 ലക്ഷം യൂണിറ്റ് വന്ന കോൺട്രിബ്യൂഷൻ, 12 ലക്ഷം വിറ്റ സമയത്ത് വന്ന കോൺട്രിബ്യൂഷൻ നമുക്കറിയാം എത്രയാണ്? 12 ലക്ഷം വന്നപ്പോൾ കോൺട്രിബ്യൂഷൻ 240 അല്ലേ. 12 ലക്ഷം രൂപ വന്നപ്പോൾ വന്നുള്ള കോൺട്രിബ്യൂഷൻ 240 ആണ്. ദെൻ 3 ലക്ഷം കൂടിയും 15 ലക്ഷമാണ് മൊത്തം കപ്പാസിറ്റി. 3 ലക്ഷം എന്താണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത കോൺട്രിബ്യൂഷൻ എത്രയാണ്? 3 ലക്ഷം ഇൻറ്റു 10, അതായത് 30 ലക്ഷമാണ്. അപ്പോൾ 240 പ്ലസ് 30 270 ലക്ഷം നമുക്ക് ഈ ഒരു ആൽഫ ലിമിറ്റഡ് അതിൻ്റെ ഐഡിയൽ കപ്പാസിറ്റി യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റർണൽ ട്രാൻസ്ഫറിന് വന്നിട്ടുള്ള ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ്? 175 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഔട്ട്സൈഡിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 150 രൂപയ്ക്കാണ്. ഓക്കെ, ഇതാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലെ മറ്റൊരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് വളരെ വൃത്തിയായി വായിച്ച് എന്താണ് മീനിങ് മനസ്സിലാക്കി എടുത്താലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോൺട്രിബ്യൂഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മാർജിനൽ കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസിക്കൽ ടു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസിക്കൽ ടു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന ഹിന്റ് ഉപയോഗിച്ച് നമ്മൾ അത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരിക്കും ട്രാൻസ്ഫർ പ്രൈസിങ്ങിലെ ഓരോ പ്രോബ്ലംസും ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അടുത്ത പ്രോബ്ലം അടുത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ആയാലും നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കേണ്ടത് ഈ പെർ യൂണിറ്റ് രീതിയിൽ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത്യാവശ്യം കോസ്റ്റിങ്ങിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടി വരിക. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റ് ആണ് എന്നുള്ളതും, ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്ലസ് വാരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ള കാര്യമൊക്കെ അങ്ങനത്തരത്തിലുള്ള ബേസിക് നോളജ് ഇവിടെ അപ്ലൈ ചെയ്യുക ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. അങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്റർ പഠിച്ച പോലെ ഒരു ഡെഫിനിറ്റ് ഫോർമാറ്റ് ഒന്നും ഇതിന് ഈ ചാപ്റ്ററിൽ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം 2 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോബ്ലം നോക്കി ട്രാൻസ്ഫർ പ്രൈസിങ്ങിലെ. ദെൻ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇത്. നമ്മൾ ഈ 2 പ്രോബ്ലമാണ് ഇതിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 3-4 പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരി, ബാക്കി അടുത്ത ക്ലാസ്.